സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വേളങ്കണ്ണി മാതാ മിനിസ്റ്ററി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ബെല്ലൈക്കൺ, ഷെയർ എന്നിവ നിങ്ങൾ ചെയ്യണമെന്നും പ്രത്യേകം താല്പര്യപ്പെടുന്നു. ഇതാണ് വേളങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ. ഇവിടേക്ക് എത്തുന്നത് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് തീർത്ഥാടകർ കാരയ്ക്കൽ എക്സ്പ്രസ്സിൽ 161-88 നമ്പർ വണ്ടിയിൽ കയറി രാവിലെ 10:35 നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കണക്റ്റായിട്ടാണ് ഒരു മെമു പാസഞ്ചർ അതിൻ്റെ ബാക്കിൽ വരും. 11:40 പുറപ്പെടും. അതിവിടെ എത്തുമ്പോൾ ഏകദേശം നട്ടുച്ചയായിരിക്കും. നല്ല വെയിലായിരിക്കും, നല്ല ചൂടായിരിക്കും. നടന്നു വരേണ്ട ദൂരമുള്ളൂ. എന്നാലും എല്ലാവരും ഓട്ടോറിക്ഷയിലോ ടാറ്റ മാജിക്കോ വാനോ എന്തെങ്കിലും വിളിക്കും. ഇതിവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ് പോലെയുള്ള ഒരു സ്ഥലമാണ്. ഒരു ഇടുങ്ങിയ വഴിയാണ്. ഏകദേശം 1/2 കിലോമീറ്ററുള്ളൂ. വളരെ സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ, ബൈക്ക് വന്ന് കയറും. നമ്മളിപ്പോൾ പോകുന്നത് വേളങ്കണ്ണി തീർത്ഥാടന കേന്ദ്രമായ മാതാവിൻ്റെ പള്ളിയിലേക്കും അസിസി ബ്ലോക്ക് 1, 2, 3, 4, 5 എന്നീ കോട്ടേജിലേക്കാണ് പോകുന്നത്. അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വേളങ്കണ്ണിയിൽ വരാത്തവർക്ക് വേണ്ടി ഒരു അവലോകനം നടത്തുന്നത് മാത്രം. ഞാനും എൻ്റെ ടീമും വർഷത്തിൽ 1-2 തവണ ഇവിടെ എത്തും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിപ്പോൾ 33ാമത്തെ തവണയാണ് വേളങ്കണ്ണിയിലേക്ക് വരുന്നത്. എനിക്കിവിടെ വരുമ്പോൾ ഭയങ്കര സമാധാനവും സന്തോഷവും ആനന്ദവും ആഹ്ലാദവും തിരിച്ചു പോകുമ്പോഴൊരു വൈബും എല്ലാം കൂടിയാണ് ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം. തന്നെയല്ല, നമ്മൾ കുർബാന പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് വേളങ്കണ്ണി മാതാവിനെ നേർച്ചിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ എന്ത് കാര്യത്തിനാണോ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നത് അത് ഇന്ന് വരെ എനിക്ക് നിറവേറ്റി തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വർഷത്തിൽ 1-2 തവണ വരുന്നത്. പല അറിവില്ലാത്തവരെയും ഞാനിവിടെ കൊണ്ടുവരാറുണ്ട്. ഇത് വേളങ്കണ്ണി ബസ് സ്റ്റാൻഡാണ്. ഇവിടേക്കാണ് നമ്മൾ ആ വണ്ടി എത്തിച്ചേർന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് പള്ളി വക റൂം ബുക്ക് ചെയ്യുന്ന ബുക്കിംഗ് ഓഫീസ്. 300-350 രൂപ സിംഗിൾ റൂമിൽ വരും. നല്ല റൂമാണ്, നല്ല സൗകര്യങ്ങളാണ്. 4 നില, ചിലയിൽ ലിഫ്റ്റ് ഉണ്ടാവും, ചിലയിൽ കോണിയാണ്. സ്റ്റെയർ കേസ് കയറി പോകണം. കാലിന് മുട്ടിന് വേദനയോ എന്തെങ്കിലും ഹാർട്ടിന് തകരാറുള്ളവർ അവിടെ എഴുതി കൊടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസർമാർ കനിവ് നൽകി നമുക്ക് ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തരാറുണ്ട് റൂം. ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടൊരു പള്ളിയാണ്. നേരെ പോയി കഴിഞ്ഞാൽ ബീച്ച്, വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ ബാക്കിലേക്ക് വരും. ആ കാണുന്നതാണ് ചരിത്ര പ്രസിദ്ധമായ വേളങ്കണ്ണി പള്ളി. നമ്മൾ അസിസി ബ്ലോക്കിലേക്കാണ് പോകുന്നത്. അവിടെ പെരിഞ്ചേരി ട്രാവൽസ് എന്ന ഒരു സംരംഭം വർഷങ്ങളായി ബസ്സിൽ ആളുകളെ കൊണ്ടുവന്ന് തീർത്ഥാടനം നടത്തി പോകുന്ന റോയ് പെരിഞ്ചേരി എന്ന വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഒരു മെസ്സിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫ്രഷായതിനു ശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് വരും. ഇത് തമിഴ് കുർബാന നടത്തുന്ന പള്ളിയാണ്. ഇന്ന് ശനിയാഴ്ച ഇതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. വൈകിട്ട് മാതാവിൻ്റെ പ്രൊസഷൻ ഉണ്ട്, കൊന്ത, ജപമാല റാലിയുണ്ട്. ആ കാണുന്നത് ഒരു പള്ളിയാണ്. അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ബ്ലോക്കുകൾ. സെൻറ് തോമസ്, സെൻറ് പിയൂസ്,
എന്നീ പേരിലാണ് ഈ ബ്ലോക്കുകളുടെ പേര്. ഇത് വളരെ പഴക്കമുള്ള ബ്ലോക്കാണ്. അവിടെയൊക്കെ എനിക്ക് റൂം കിട്ടിയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ഇതിൽ തന്നെ പിൽഗ്രിംസ് വീടുകളാണ്. ഇതും കുറച്ച് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. ഇവിടുത്തെ പ്രത്യേകത ചോറ് വയ്ക്കാനുള്ള കലം, കോഴി, പോർക്ക്, മീൻ, കറികൾ വയ്ക്കാനുള്ള പാത്രം എല്ലാം നമുക്ക് ലഭിക്കും. അന്യനാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെയാണ് പാർക്ക് ചെയ്യാം. നമുക്ക് ഭക്ഷണം പാകം ചെയ്ത് വയ്ക്കാം. അടുപ്പ്, ഗ്യാസ്, അടുക്കള എല്ലാം വാടകയ്ക്ക് കിട്ടും. പിന്നെ കോട്ടേജ് എടുക്കുന്നവരുണ്ട്. ഇതാണ് ഇവിടുത്തെ കിണർ. ഇതാണ് അസിസി ബ്ലോക്കുകൾ. 1, 2, 3, 4, 5 ബ്ലോക്കുകൾ. ഇവിടെ എപ്പോഴും ഫുള്ളാണ്. ഇവിടെ റോഡില് സ്പീഡിൽ വാഹനങ്ങൾ പോയി അപകടം ഉണ്ടാകുന്നത് കൊണ്ട് ഇവർ തന്നെ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ സ്ലോയിൽ പോകണം. ഇതാണ് അടുക്കളകൾ. ഇവിടെ നമുക്ക് പാത്രങ്ങളും ഗ്യാസും എല്ലാം ഫ്രീ വാടകയ്ക്ക് കിട്ടും. നമുക്ക് ഫ്രീ ആയി ചെയ്യാം. ഇത് കുടിവെള്ളം. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും നാനാജാതി തീർത്ഥാടകര്, ഭക്തര്, വിശ്വാസികൾ അവിടെ എത്തുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നതുള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രയധികം ജനം വരുന്നത്. ഇതാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. 1, 2, 3 ഒരാഴ്ചയൊക്കെ താമസിച്ച് ഭക്ഷണം പാകം ചെയ്ത് തിന്നും കുടിച്ചും പ്രാർത്ഥിച്ചും കുർബാന കണ്ടും ഉല്ലസിച്ചും ബീച്ചിൽ പോയി കുളിച്ചും ഒക്കെ മടങ്ങി പോകുന്ന ധാരാളം പേരെ കാണാം. 9 മണിക്കുള്ള മലയാളം കുർബാനയിൽ ശരിക്ക് നമ്മുടെ കേരളത്തിൽ വന്ന പോലെ തോന്നും. ഇത് 4ാമത്തെ ബ്ലോക്ക്. ഇത് കഴിഞ്ഞ 5ാമത്തെ ബ്ലോക്ക്. 5ാമത്തെ ബ്ലോക്ക് പുതിയ ബ്ലോക്കാണ്. അവിടുത്തെ റൂമുകളൊക്കെ ഒന്ന് ഫ്രഷ് ആയിരിക്കും. 1, 2, 3 ഒക്കെ കുറച്ച് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. ഇതിൽ 4 നിലയാണ്. ഇവിടെ എപ്പോഴും ജനങ്ങളാണ്, എപ്പോഴും തിരക്കാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ വേളാങ്കണ്ണി പള്ളി. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു മാത്രം. കണ്ടമാനം കോടിക്കണക്കിന് ആൾക്കാർ വന്നു പോയിട്ടുള്ള സ്ഥലമാണ്. എന്നാലും പറഞ്ഞു എന്ന് മാത്രം. വെള്ളി, ശനി, ഞായർ ഗംഭീര തിരക്കാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴങ്ങളിൽ കുറച്ച് തിരക്ക് കുറയും. ഇത് ആവേ മരിയ ഒരു ഹാളാണ്. താങ്ക് യു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വാട്സപ്പ് വഴിയോ കമൻറ്റ് വഴിയോ എന്നെ അറിയിക്കണമെന്ന് പ്രത്യേകം താല്പര്യം നിർത്തുന്നു.